ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹോണ്ട ആക്റ്റീവ 60 നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം, ജനറൽ സർവീസ് ചെയ്യുക, സെൽഫ് ഇടയ്ക്ക് വാണിംഗ് ലാമ്പ് തെളിഞ്ഞ് വണ്ടി സെൽഫ് എടുക്കാത്തൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ വണ്ടി ഓടിയേക്കുന്നത് 46,559 കിലോമീറ്റർ ഉണ്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണേ കുറേ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബാക്കിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഹബിനും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും വന്നല്ലോ കേട്ടോ. നമുക്ക് ത്രെഡ് ലോക്കർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്യാം, കാരണം ചെറുതായിട്ട് ഐസിൽ ലൂസായി കിടന്ന് ഓടിയിട്ടുണ്ട് വണ്ടി കേട്ടോ. പിന്നെ ഗിയർ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് ഓയിൽ മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ കളർ നോക്കുമ്പോൾ കണ്ടോ, ഇതിനകത്ത് ഗിയർ ബോക്സിലേക്ക് വെള്ളം ഇറങ്ങിയേക്കാണ്. കാരണം ഗിയർ ബോക്സിൻ്റെ ഇവിടെ തൊട്ട് മുകളിലായിട്ടൊരു ബ്രീത്തർ പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് വിട്ട് കിടക്കണം, അതല്ല ഇതേപോലെ വിട്ട് കിടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടെ വെള്ളം ഇറങ്ങിയേക്കണതാണ്. അപ്പോൾ തൽക്കാലം വേറെ ബെയറിങ്ങിന് വേറെ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയർ ഓയിലൊന്ന് ഫ്ലഷ് ചെയ്തതിന് ശേഷം ഗിയർ ഓയിലൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. ഓയിൽ ലീക്ക് മറ്റേ ഈ സൈഡ് എഞ്ചിൻ ഓയിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് അഴിക്കേണ്ടി വരും. പക്ഷേ ഇപ്പം നിലവിൽ വേറെ പ്രശ്നം കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടതുകൊണ്ട് തന്നെ കൈയോടെ തന്നെ നമ്മളത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, വലിയ പൊടിയൊന്നുമില്ല, തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് സൈഡും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, വേറെ പറയത്തൊക്കെ കംപ്ലയിൻസ് ഒന്നും പറയാം. റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് റെഗുലർ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചേക്കണതാണ്. അതിൻ്റെ ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള ഉപയോഗമുള്ളൂ. ഒരു 40,000 കിലോമീറ്റർ മുകളിൽ ഓടിയ വണ്ടിയുടെ തേമാനം എത്രയാണോ അതാണ് നിലവിൽ കാണുള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് അത്ര പെർഫെക്റ്റ് അല്ല. ബെൽറ്റ് ഈ സൈഡ് പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ് കേട്ടോ. അപ്പോൾ അത് കൈയോടെ ബെൽറ്റ് മാറ്റി കളയാം. കാരണം ഞാൻ ബെൽറ്റ് പൊട്ടി മാറ്റിയാൽ തന്നെ നമുക്ക് ജനറൽ സർവീസിൻ്റെ പൈസ ബെൽറ്റ് മാറുന്നതിന് കൊടുക്കണം. അപ്പോൾ ആകെ നേരം കൊണ്ട് പഴിക്കണ കൂട്ടത്തിൽ കൂടെ ഇത് ഈ സൈഡ് ഇത്രയും പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ കൈയോടെ മാറ്റി കളയുകയാണെങ്കിൽ അതാണ് കുറേ കൂടി ബെറ്റർ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ചെറിയൊരു നനവുണ്ട്. എന്നാൽ കംപ്ലയിൻസ് എന്ന് പറയാവുന്ന ലീക്കേജ് ഒന്നും ആയിട്ടില്ല. ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ OBD വെച്ചിട്ട് നമ്മളതിൻ്റെ കംപ്ലയിൻസ്, അതായത് ഇടയ്ക്ക് വാണിംഗ് ലാമ്പ് തെളിയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കംപ്ലയിൻസ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആയിട്ട് നോക്കുന്ന സമയത്ത് ക്രാങ്ക് പൊസിഷൻ സെൻസർ എയർ സർക്യൂട്ട് സെൻസറാണ്, അതായത് P0335 അതിൻ്റെ കോഡ് തന്നെ. അത് ശരിക്കും പറഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ സൈഡിൽ വരുന്ന ഒരു ക്രാങ്കിൻ്റെ ഒരു പൊസിഷൻ സെൻസർ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അത് നമുക്ക് അത് മാത്രമായിട്ട് കമ്പനി ഒറിജിനൽ നമുക്ക് വന്നില്ല. അത് ഒരുമിച്ച് സെറ്റാണ് വന്നത്. ഏകദേശം ഒരു 5,000 രൂപ അടുത്ത് നമുക്ക് ചിലവുള്ള സംഭവമാണത്. അത് കുറേ ഓടട്ടെ, കുറേ നേരം കുറേ കൂടി ഓടിയതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ പുറമെ മാർക്കറ്റിൽ നമുക്ക് അതിന് സെൻസർ മാത്രമായിട്ട് കിട്ടും. അത് മാത്രമായിട്ട് മേടിച്ച് മാറ്റുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. അതല്ല ഈ എഞ്ചിൻ്റെ ഉള്ളിലൊരു കോയിൽ അസംബ്ലി വരുന്നുണ്ട്. ആ കോയിൽ അസംബ്ലിയുമ്പോൾ ഇൻബിൽഡായിട്ടാണ് ഈ പറഞ്ഞ സെൻസർ വരാം. നമുക്ക് പുറമെ മാർക്കറ്റിൽ വരുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് ആ രീതിയിൽ മാറ്റി കളഞ്ഞാൽ മതി. അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. പിന്നെ ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ 2023 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. 12.42 അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുന്ന സമയത്ത് 9.40. അത് ഏകദേശം ഒരല്പം വേരിയേഷൻ വന്നുണ്ട്. എന്നാൽ കംപ്ലയിൻസ് എന്ന് പറയാവുന്ന ഒരു സ്റ്റേജൊന്നും ആയിട്ടില്ല. സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗം അഴിക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം എലി കൂട്ടിയേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണ് ചപ്പ് ചവറാണ് ഈ കാണുന്നത്. ബാഹ്യം നമുക്ക് വേറെ ECUവിൻ്റെ അവിടെ വയറ് സാധാരണ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ അങ്ങനെ ചേർത്ത് കട്ട് ചെയ്ത് കളയലാണ് പതിവ്. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് റീസെറ്റ് ആക്കിയേക്കാം. അപ്പോൾ വെക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റി വെച്ചോളാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. എലി കയറി വെട്ടിക്കഴിഞ്ഞാൽ വയറിംഗ് കിറ്റ് അടക്കം മാറ്റേണ്ട സിറ്റുവേഷൻ വരും. വെട്ടുമ്പോൾ സാധാരണ ഈ സൈഡൊക്കെ ചേർത്ത് കട്ട് ചെയ്ത് കളയൽ പതിവ് കേട്ടോ. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുള്ളൂ. അതിന് ശേഷം വാട്ടർ സർവീസ് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എന്തായാലും നമുക്കൊരു 2 മണിക്കുള്ളിലൊക്കെയാണ് കംപ്ലീറ്റ് ആകുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഫ്യൂൽ ലിഡിൻ്റെ കേബിളും ചെറുതായിട്ട് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഓക്കെ, കാരണം അതല്ലെങ്കിൽ പിന്നീട് തുറക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ആ സൈഡൊന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈയോടെ അത് മാറ്റി കളഞ്ഞേക്കാം. അതല്ലാതെ പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സപ്പിൽ ഇട്ടേക്കാം കേട്ടോ, വീഡിയോസൊക്കെ ഇതാ. അപ്പോൾ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.